കാതൽ ഭയങ്കര ഹിറ്റ് ആവുകയും LGBTQ കമ്മ്യൂണിറ്റിയെ പറ്റിയും സ്വർഗാനുരാഗത്തെ പറ്റിയും ഒക്കെ ഭയങ്കര ചർച്ചകൾ നടക്കുന്നത് കാണുകയും ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു വിഷയം കൈകാര്യം ചെയ്തിട്ട് ഇതുപോലെ ഹിറ്റായ അല്ലെങ്കിൽ ആൾക്കാരെ ഏറ്റെടുത്തിട്ടുള്ള മറ്റു സിനിമകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റെടുത്ത മറ്റു സിനിമകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ LGBTQ+ റെപ്രസെന്റേഷൻ പറഞ്ഞ മലയാള സിനിമകൾ ഏതൊക്കെയാണെന്ന് വെറുതെ ഒന്ന് തപ്പി നോക്കി. പൊതുവെ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ പറയാൻ പേടിക്കുന്ന മടിക്കുന്ന ടൈപ്പ് സബ്ജക്ട്സ് ധൈര്യത്തോടെ കാണുന്നവർക്ക് വിയേഡായി തോന്നാതെ ചെയ്തെടുക്കാൻ മലയാളം ഫിലിം മേക്കേഴ്സിന് ഒരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട്. അപ്പോ സ്വാഭാവികമായും സ്വർഗാനുരാഗം പ്രമേയമാക്കി അത്തരത്തിൽ മികച്ച സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അപ്പോ അത്യാവശ്യം മെയിൻ സ്ട്രീമിൽ വന്ന നമുക്ക് കണ്ടാൽ തിരിച്ചറിയാവുന്ന താരങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ള മലയാളത്തിൽ വന്നിട്ടുള്ള അത്തരം സിനിമകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. വെൽക്കം ടു ഫിൽമി ടോക്സ്. രണ്ട് പെൺകുട്ടികൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ അല്പം പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് രണ്ട് പെൺകുട്ടികൾ. അത് പ്രധാനപ്പെട്ടതാകാൻ കാരണമെന്ന് പറയുന്നത് മലയാള സിനിമയിൽ ആദ്യമായി ഒരു സ്വർഗാനുരാഗം ബേസ് ചെയ്ത് വന്ന ഒരു സിനിമ എന്ന് പറയുന്നത് രണ്ട് പെൺകുട്ടികൾ തന്നെയാണ്. 1978 ഇറങ്ങിയ രണ്ട് പെൺകുട്ടികളാണ്. പിന്നീടൊരു രണ്ട് പെൺകുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്, അതല്ല 1978 ആദ്യമായി ഇറങ്ങിയ സിനിമ. 1978 സുരാസു സ്ക്രിപ്റ്റ് എഴുതി മോഹൻ സംവിധാനം ചെയ്ത സിനിമയാണ് രണ്ട് പെൺകുട്ടികൾ. ഇതേ പേരിൽ തന്നെയുള്ള VT നന്ദകുമാർ എഴുതിയ നോവലിനെ ബേസ് ചെയ്തിട്ടാണ് മോഹൻ സിനിമ എടുത്തിരിക്കുന്നത്. ലെസ്ബിയൻ വിഷയം കൈകാര്യം ചെയ്ത ആദ്യ നോവലും ഒരുപക്ഷെ ഈ VT നന്ദകുമാറിന്റെ രണ്ട് പെൺകുട്ടികളാണെന്നാണ് തോന്നുന്നത്. ഒരേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് കോകിലയും ഗിരിജയും. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് സിനിമ പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞ രണ്ട് പെൺകുട്ടികൾ എന്ന നോവൽ എഴുതിയ VT നന്ദകുമാർ യാത്ര എന്നൊരു വീക്കിലി നടത്തിയിരുന്നു. ആ വീക്കിലിയിൽ ഒരു മനഃശാസ്ത്ര പങ്ക്തി ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാ വീക്കിലികളും ആ ഒരു മനഃശാസ്ത്ര പങ്ക്തി ഉണ്ടാവുമല്ലോ. ഡോക്ടർമാർ വന്നിരുന്നിട്ട് ചോദിക്കുന്ന കത്തുകൾക്കൊക്കെ മറുപടി പറയുന്ന ഒരു പങ്ക്തി. ഡോക്ടർ PM മാത്യു വെല്ലൂരായിരുന്നു ആ പങ്ക്തി കൈകാര്യം ചെയ്തിരുന്ന ഡോക്ടർ. മനഃശാസ്ത്രപരമായ ചോദ്യങ്ങൾ യാത്രയിലേക്ക് അയച്ചാൽ ഡോക്ടർ PM മാത്യു വെല്ലൂർ അതിന് കൃത്യമായ ഉത്തരങ്ങൾ കൊടുത്തിരുന്നു. ഒരു ദിവസം ആ പങ്ക്തിയിലേക്ക് വന്ന കത്തിലെ ഒരു ചോദ്യം VT നന്ദകുമാറിനെ വല്ലാതെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് VT നന്ദകുമാർ രണ്ട് പെൺകുട്ടികൾ എന്ന നോവൽ എഴുതി തുടങ്ങുന്നത്. 1974 ഈ നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. ആ നോവൽ എടുത്തിട്ട് അതേപടി സിനിമയാക്കുകയല്ല ചെയ്തിട്ടുള്ളത്. അത് സിനിമയിലേക്ക് വന്നപ്പോൾ സിനിമയ്ക്ക് വേണ്ട ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് തന്നെയാണ് രണ്ട് പെൺകുട്ടികൾ സിനിമയായത്. 8000 രൂപ കൊടുത്താണ് സിനിമയുടെ പ്രൊഡ്യൂസേഴ്സായ NC മേനോനും ഗോപികൃഷ്ണനും നോവലിന്റെ റൈറ്റ്സ് വാങ്ങിയത്. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സമയത്ത് അങ്ങനെ ഒരു സിനിമ എടുത്ത് അവരെ സമ്മതിച്ചേ മതിയാവും. അത്രയും വലിയൊരു സാഹസമാണ് അന്ന് അവർ കാണിച്ചത്. അന്ന് ആ സിനിമ കൊടുത്ത ധൈര്യത്തിന്റെ തുടർച്ചയെന്നോണമാണ് പിന്നീട് മലയാളത്തിൽ അത്തരത്തിലുള്ള സിനിമകൾ വന്നതും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ദേശാടനക്കിളി കരയാറില്ല. 1986 പത്മരാജൻ കഥയെഴുതി സംവിധാനം ചെയ്ത രണ്ട് പെൺകുട്ടികൾക്കിടയിലുള്ള ശക്തമായ ഒരു ബന്ധത്തിന്റെ കഥ പറയുന്ന സിനിമയായിരുന്നു ദേശാടനക്കിളി കരയാറില്ല. ഇതൊരു ലെസ്ബിയൻ സിനിമ അല്ല എന്നും ആണെന്നും രണ്ട് വാദങ്ങൾ ഇപ്പോഴും ദേശാടനക്കിളിയെ പറ്റി ഏറിലുണ്ട്. എന്തായാലും സ്കൂൾ കുട്ടികളായ നിമ്മിയെയും സാലിയെയും ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇവർ തമ്മിലുള്ള ഭയങ്കര ഡീപ്പായ ഒരു കണക്ഷൻ, അതാണ് സിനിമ. ഇതിൽ എടുത്തു പറയേണ്ടത് കാർത്തികയുടെയും ശാരിയുടെയും ഗംഭീര പ്രകടനങ്ങളാണ്. ശാരിയുടെ കണ്ണുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പത്മരാജൻ ശാരിയെ തന്റെ സിനിമയിലേക്ക് വിളിച്ചതിന്റെ കാരണവും അത് തന്നെയാണ്. പത്മരാജൻ ശാരിയോട് പറഞ്ഞത് ഈ കണ്ണുകളാണ് തന്റെ പുതിയ കഥാപാത്രത്തിന് ആവശ്യം. മലയാളത്തിൽ നടിമാരില്ലാത്തത് കൊണ്ടല്ല താൻ ശാരിയെ സെലക്ട് ചെയ്തതെന്നും മുഖത്തെ ഭാവങ്ങൾ ജനങ്ങളിലേക്ക് വേഗം എത്താൻ കണ്ണുകൾ സഹായിക്കുമെന്നുമാണ്. അന്നത്തെ കാലത്ത് വലിയ ഹിറ്റൊന്നും അല്ല സിനിമയെങ്കിലും ഇപ്പോൾ ഇടയ്ക്കിടെ TVയിൽ വരാറുള്ള കൂടുതൽ ആരാധകരുള്ള ഒരു സിനിമയാണ് ദേശാടനക്കിളി കരയാറില്ല. ഒരുപാട് പേര് ഒരുപോലെ വിമർശിക്കാൻ സാധ്യതയുള്ള ഒരു സബ്ജക്ട് തന്നെ ആയിരുന്നു അത്. എന്നിട്ടും മോഹൻലാലിനെ പോലൊരു സ്റ്റാറിനെ വെച്ച് ഒരു മുഖ്യധാര സിനിമയായി അത് ചെയ്യാൻ പത്മരാജൻ കാണിച്ച ധൈര്യം സമ്മതിച്ചേ മതിയാവും. സഞ്ചാരം 2004 ലിഗി ജെ പുല്ലപ്പള്ളി സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്ത രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സ്വർഗാനുരാഗത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് സഞ്ചാരം. കേരളത്തിൽ മുന്നേ നടന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് ലിജി ഈ സിനിമ എടുത്തിരിക്കുന്നത്. ഇതേ പ്ലോട്ടിൽ തന്നെ ഉലി എന്നൊരു ഷോർട്ട് ഫിലിമും അവർ ചെയ്തിരുന്നു. ആ ഷോർട്ട് ഫിലിമിന്റെ ഒരു ഫീച്ചർ വേർഷൻ ആണിതെന്ന് പറയാം. ദലീലയുടെയും കിരണിന്റെയും പ്രണയം പറയുന്ന സിനിമ നല്ല അത്യാവശ്യം ക്വാളിറ്റി മേക്കിങ്ങിലൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാലും ഇപ്പോഴും അധികമാർക്കും അറിയാത്ത, പലരും കേട്ടിട്ട് കൂടി ഇല്ലാത്ത ഒരു അണ്ടർ റേറ്റഡ് സിനിമയാണ് സഞ്ചാരം. ശ്രുതി മേനോനും സുഹാസിനി വി നായരുമാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. ഒരുപാട് ഫെസ്റ്റിവൽസിൽ പ്രദർശിപ്പിച്ച ഈ സിനിമ 2004 തന്നെ തിയേറ്റർ റിലീസിനും ശ്രമിച്ചിരുന്നു. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആരും തന്നെ ഈ സിനിമ എടുക്കാൻ അങ്ങനെ മുന്നോട്ട് വന്നില്ല. അറിയാലോ ആ സമയത്ത് ഒരു അവസ്ഥയൊക്കെ. ഈ സിനിമയിലൂടെ ലിജിക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ പ്രത്യേക ജൂറി പുരസ്കാരവും ചിക്കാഗോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ ചിക്കാഗോ അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. മൈ ലൈഫ് പാർട്ട്ണർ
സുദേവ് നായറിന്റെ ആദ്യ മലയാള സിനിമയായിരുന്നു 2014 പുറത്തു വന്ന മൈ ലൈഫ് പാർട്ട്ണർ. രണ്ട് പുരുഷന്മാർ തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് MV പത്മകുമാറാണ്. നമ്മുടെ നിവേദ്യം സിനിമയിലെ വില്ലനില്ലേ പുള്ളി തന്നെ. പടം തിയേറ്ററിൽ വലിയ ചലനമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ചിത്രം കരസ്ഥമാക്കി. സുദേവ് നായർക്ക് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു ഈ ചിത്രം. മുംബൈ പോലീസ്. ബോബി സഞ്ജയ്മാരുടെ സ്ക്രിപ്റ്റിൽ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത് 2013 പുറത്തു വന്ന പൃഥ്വിരാജ് സിനിമയായിരുന്നു മുംബൈ പോലീസ്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുത്താൽ അതിൽ ആദ്യം തന്നെ കാണാവുന്ന ഒരു പേര് കൂടിയാണ് മുംബൈ പോലീസ്. സിനിമയിലെ പൃഥ്വി ചെയ്യുന്ന ക്യാരക്ടറാണ് ആന്റണി മോസസ്. അയാൾ ഒരു ഗേ ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് അതിൽ ഭയങ്കര കുറ്റബോധവും നാണക്കേടും ഒക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ ആരും അംഗീകരിക്കില്ല എന്ന ഒരു തോന്നൽ കൊണ്ടാണ് അത്. ഇന്നും ആ ഒരു സാമൂഹിക അവസ്ഥയ്ക്ക് പൂർണ്ണമായ ഒരു മാറ്റമൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. എന്തായാലും ആ ഒരു പോയിന്റിലാണ് സിനിമ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ അയാളുടെ ആ ഐഡന്റിറ്റി എങ്ങനെയും മറയ്ക്കാനുള്ള അയാളുടെ ശ്രമങ്ങൾ അയാളെ ഒരു ക്രൈമിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. ഹോമോസെക്സ്വാലിറ്റിയും ക്രൈമും ത്രില്ലറും എല്ലാം കൂടെ ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ഒന്നൊന്നര സിനിമയാണ്. സിനിമയുടെ കഥയും സ്ക്രിപ്റ്റും ഒക്കെ പൂർത്തിയായിരുന്നെങ്കിലും ആ ഒരു ക്രൈം ചെയ്യാനുള്ള ഒരു റീസൺ തിരക്കഥാകൃത്തായ ബോബി സഞ്ജയ്മാർക്ക് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. അതങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ടില്ല. പിന്നീടാണ് കഥയിലെ ഇങ്ങനൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് വരുന്നത്. റോഷൻ ആൻഡ്രൂസ് പൃഥ്വിയെ വിളിച്ചിട്ട് നീ സിനിമ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ ഏത് ടൈപ്പ് വേഷവും ചെയ്യാമെന്നൊക്കെ ഈ പറഞ്ഞ് നടക്കുന്നത് ശരി തന്നെ അല്ലേ എന്ന് ചോദിച്ചു. അതെ എന്ന് പൃഥ്വിരാജും പറഞ്ഞു. എന്നാൽ നമുക്കൊന്ന് നേരിട്ടിരിക്കാം. മടിച്ച് പൃഥ്വി ഇതെങ്ങനെ എടുക്കുമെന്നൊരു കൺഫ്യൂഷനോടെയാണ് ബോബി സഞ്ജയും റോഷനും അത് പൃഥ്വിയോട് പറയുന്നത്. പുള്ളി അത് കേട്ടതും അതിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി കൈയടിക്കുകയായിരുന്നു. സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് പൊതുവെ പലരും പറയുന്ന ഒരു കാര്യം ആക്സിഡന്റ് പറ്റി നായകന് അമ്നേഷ്യ വരുന്നുണ്ട്. അങ്ങനെ സെക്സ്വൽ ഓറിയന്റേഷനും മറന്നു പോകുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെ പലരും ചോദിച്ചിരുന്നു. ഈ ഒരു കാര്യത്തിൽ സത്യത്തിൽ മെഡിക്കൽ എവിഡൻസ് ഒന്നും ഇല്ല. സിനിമയ്ക്ക് വേണ്ടി ഒരു സിനിമാറ്റിക് പരിപാടി പിടിച്ചതാണെന്ന് പൃഥ്വി തന്നെ ആ സമയത്തുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂത്തോൻ ടൊറോണ്ടോ ഫെസ്റ്റിവലിലും മുംബൈ ഫിലിം ഫെസ്റ്റിവലിലും അങ്ങനെ ഫെസ്റ്റിവലിലൊക്കെ ഓടി തളർന്നിട്ട് 2019 ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രം മൂത്തോൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഗീതു മോഹൻദാസിന്റെ ഒരു ഫ്രണ്ട് സൂയിസൈഡ് ചെയ്തിരുന്നു. പുള്ളി ഒരു സ്വർഗാനുരാഗി ആയിരുന്നു. അവന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്നൊരു കുറ്റബോധം കൂടെ മൂത്തോൻ സിനിമ എടുക്കുന്നതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നെന്ന് ഗീതു മോഹൻദാസ് തന്നെ പറഞ്ഞിരുന്നു. സിനിമയിൽ നമ്മളെ ഞെട്ടിച്ചത് നിവിൻ പോളിയുടെ ഗംഭീര പ്രകടനം തന്നെയായിരുന്നു. സ്വർഗാനുരാഗം തീർത്തും സ്വാഭാവികമായി കാണിച്ചൊരു സിനിമ കൂടിയായിരുന്നു മൂത്തോൻ. ഭയങ്കര ട്വിസ്റ്റ് ആൻഡ് ഡാൻസ് ഉള്ള ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയോ വിസിലടിച്ച് ആഘോഷമാക്കി കാണാൻ പറ്റുന്ന ഒരു സിനിമയോ ഒന്നും ആയിരുന്നില്ല മൂത്തോൻ. പക്ഷേ കുറച്ചു പേർക്കെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച ഒരു ഗംഭീര സിനിമ തന്നെയായിരുന്നു മൂത്തോൻ. കാതൽ. മമ്മൂക്കയെയും ജ്യോതികയും വെച്ച് കഴിഞ്ഞ വർഷം ജിയോ ബേബി ഹിറ്റടിച്ച സിനിമയാണ് കാതൽ. കൊറോണ സമയത്ത് സിനിമയ്ക്കായുള്ള പല കഥകളും ആലോചിക്കുന്നതിനിടെ പോൾസൺ സക്കറിയയ്ക്കും ആദർശ് കുമാറിനും വളരെ യാദൃശ്ചികമായി കിട്ടിയ ഒരു ഐഡിയ ആണ് കാതലിന്റേത്. കുറഞ്ഞ സ്പേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സിനിമ, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോഴാണ് അവരുടെ ഒരു ഫ്രണ്ട് കൂത്താട്ടുകുളത്ത് ഉണ്ടായിരുന്ന രണ്ട് ചട്ടമ്പിമാരെ കുറിച്ച് ഒരു കഥ പറയുന്നത്. ആ കഥ കേട്ടപ്പോൾ അവർക്ക് ഓർമ്മ വന്നത് വേട്ടയാട് വിളയാട് സിനിമയിലെ വില്ലന്മാരെയാണ്. ആ പറഞ്ഞ ചട്ടമ്പികള് ഹോമോസെക്സ്വൽ ആയാൽ എങ്ങനെ ഉണ്ടാകുമെന്ന ആലോചനയിൽ തുടങ്ങിയ ആലോചന ചെന്ന് നിന്നത് രണ്ട് സാധാരണക്കാരുടെ ഹോമോസെക്സ്വാലിറ്റി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്ന ചിന്തയിലാണ്. ആ ചിന്ത ഒടുക്കം ചെന്ന് നിന്നത് കാതൽ എന്ന ഫാമിലി സിനിമയിൽ. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിപ്പോയാൽ ഒരുമാതിരി ക്ലാസ് എടുക്കുന്ന പോലൊരു ലെവലിൽ ഒരു സിനിമയാകുമായിരുന്നു കാതൽ. പക്ഷേ ജിയോ ബേബി അതിന്റെ കറക്റ്റ് മീറ്ററിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയിലെ മമ്മൂക്കയെ തന്നെയാണ്. മറ്റൊരു ഭാഷയിലെയും ഒരു സൂപ്പർ സ്റ്റാറും ഒരിക്കലും ചെയ്യാൻ സാധ്യത ഇല്ലാത്തൊരു കഥാപാത്രമായിരുന്നു ഈ സിനിമയിൽ മമ്മൂക്ക ചെയ്തത്. അതുകൊണ്ടൊക്കെ തന്നെ ആവണം കാതൽ ഇപ്പോൾ കേരളത്തിന് പുറത്തും വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ സ്ട്രീമിൽ സ്വർഗാനുരാഗം പ്രമേയമാക്കി വന്ന ചില സിനിമകൾ. ഇതല്ലാതെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം എടുക്കുന്ന ചില അഡൾട്ട്സ് ഓൺലി സിനിമകളിലൊക്കെ ഇത്തരം ലെസ്ബിയൻ രംഗങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊന്നുകൂടെ പറയുന്നില്ല. പിന്നെ ചില ആർട്ട് സിനിമകളിലും ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. കാ ബോഡി സ്കേപ്സ് ഒക്കെ അതിൽ മികച്ചു നിന്ന ഒരു സിനിമയായിരുന്നു. പിന്നെ പറയാൻ വിട്ടുപോയ ഏതെങ്കിലും സിനിമകളുണ്ടെങ്കിൽ അതായത് കമന്റിൽ പറയുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും വരും. ഓക്കെ, ബൈ.